Good morning, dears. Today I am going to discuss about quasi-contract. In previous class, we will discussed about what is quasi-contract, what is the term implies, and what is the basis of contract, what are the essential features of quasi-contract. ഇതെല്ലാം നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ക്വാസി കോൺട്രാക്റ്റ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ബേസിസ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ എസെൻഷ്യൽ ഫീച്ചേഴ്സും നമ്മൾ പറഞ്ഞു. നമുക്കറിയാം ക്വാസി കോൺട്രാക്റ്റ് എന്തല്ല, ഒരു റിയൽ കോൺട്രാക്റ്റ് അല്ല. കാരണം ഒരു റിയൽ കോൺട്രാക്റ്റ് വാലിഡ് ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ എലമെൻസും, അതായത് കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. ഒരു റിയൽ കോൺട്രാക്റ്റ് വാലിഡ് ആവാനുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് എന്ന് പറയണമെങ്കിൽ, അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആണെന്ന് പറയണമെങ്കിൽ കുറച്ച് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ, പ്രധാനപ്പെട്ട കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. ആ എലമെൻറ്റ്സ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ഒരു വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുള്ളൂ, റിയൽ കോൺട്രാക്റ്റ് എന്ന് പറയുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് ആ എലമെൻറ്റ്സ്? ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്, ഫ്രീ കൺസെൻറ്റ്, ലോഫുൾ ഒബ്ജക്റ്റ്, കൺസിഡറേഷൻ, കപ്പാസിറ്റീസ് ഓഫ് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്റ്റ് അല്ലേ. ആ എല്ലാ എലമെൻറ്റ്സും ഫുൾഫിൽ ചെയ്താൽ മാത്രമാണ് ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആണെന്ന് പറയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ കോൺട്രാക്റ്റ് എന്താണ്? ഇറ്റ്സ് വോയിഡ് ഓർ ഇറ്റ്സ് നോട്ട് റിയൽ. ഓക്കെ, അപ്പോൾ ക്വാസി കോൺട്രാക്റ്റ് എന്തല്ല, ഒരു റിയൽ കോൺട്രാക്റ്റ് അല്ല. കാരണം ക്വാസി കോൺട്രാക്റ്റ് ഈസ് നോട്ട് എ കോൺട്രാക്റ്റ് അറ്റ് ഓൾ. ഇതൊരു കോൺട്രാക്റ്റേ അല്ല. ബിക്കോസ് ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഫോർ ദ ഫോർമേഷൻ ഓഫ് കോൺട്രാക്ട്സ് ആർ ആബ്സെൻറ്റ്. അതായത് ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എസെൻഷ്യൽ എലമെൻറ്റ്സ് ഒക്കെ ക്വാസി കോൺട്രാക്റ്റിൻ്റെ കേസിൽ എന്താണ്? ആബ്സെൻ്റ് ആണ്. ഇറ്റ്സ് എൻ ഒബ്ലിഗേഷൻ. പിന്നെ ഇതെന്താണ്? ക്വാസി കോൺട്രാക്റ്റ് എന്താണ്? ഒരു ഒബ്ലിഗേഷനാണ്. ഇമ്പോസ്ഡ് ബൈ ലോ അപ്പോൺ എ പേഴ്സൺ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അനദർ ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് എ കോൺട്രാക്റ്റ്. അതായത് മറ്റൊരാളുടെ ബെനിഫിറ്റ് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ, യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ പേഴ്സൺ അത് എന്ത് ചെയ്യണം? അത് റീപേ ചെയ്തിരിക്കണം എന്നുള്ളൊരു ഒബ്ലിഗേഷൻ, നിയമം ചുമത്തപ്പെടുകയാണ് ആ പേഴ്സൻ്റെ മേലെ. അതാണ് ക്വാസി കോൺട്രാക്ട്. ഇറ്റ് ഈസ് എൻ ഒബ്ലിഗേഷൻ ഇമ്പോസ്ഡ് ബൈ ലോ അപ്പോൺ എ പേഴ്സൺ. ഒരു പേഴ്സൻ്റെ മേലെ ലോ ഇമ്പോസ് ചെയ്യപ്പെടുന്ന ഒരു ഒബ്ലിഗേഷൻ. എന്തിന്? ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അനദർ. മറ്റൊരാളുടെ ബെനിഫിറ്റ് യൂസ് ചെയ്താൽ, മറ്റൊരാളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, മറ്റൊരാളുടെ ബെനിഫിറ്റ് നമ്മൾ ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുകയോ മറ്റൊരാളുടെ ക്യാഷ് നമ്മൾ നമ്മുടെ ഓൺ പോലെ ട്രീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് ക്യാഷ് തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു ഒബ്ലിഗേഷൻ അവിടെ ഇമ്പോസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റും അവർ തമ്മിൽ ഇല്ലെങ്കിൽ പോലും, ഒരു കോൺട്രാക്റ്റും അവർ തമ്മിൽ ഉണ്ടാവില്ല, ഒരു എഗ്രിമെൻറ്റും അവർ തമ്മിൽ ഉണ്ടാവില്ല. പിന്നെ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ നോർമൽ കോൺട്രാക്റ്റ് ബേസ്ഡ് ഓൺ ജനറൽ പ്രിൻസിപ്പിളാണ്. ജനറൽ പ്രിൻസിപ്പിളിനെയാണ് ബേസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ക്വാസി കോൺട്രാക്റ്റ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റിയാണ് ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ തന്നിട്ടുള്ള വേർഡിങ്സിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, വേർഡിങ്സ് എന്താണ്? നെമോ ഡിബറ്റ് ലോക്കു പ്ലറ്റേറി എക്സ്ലീന ജസ്റ്വ. അതിൻ്റെ വേർഡ് മീനിങ് എന്ന് വെച്ചാൽ, അതാണ് ക്വാസി കോൺട്രാക്റ്റിൻ്റെ ബേസിസ് ആയിട്ട് പറയുന്നത്. അതിൻ്റെ വേർഡ് മീനിങ് ഇംഗ്ലീഷിൽ അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? നോ മാൻ മസ്റ്റ് ഗ്രോ റിച്ച്. നോ മാൻ മസ്റ്റ് ഗ്രോ റിച്ച് ഔട്ട് ഓഫ് അനദർ പേഴ്സൺസ് കോസ്റ്റ്. മറ്റൊരാളുടെ ചിലവിൽ വേറൊരാളെ വളരാൻ പറ്റില്ല, അയാൾക്ക് റിച്ച് ആവാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ ഈ കോൺട്രാക്റ്റിൻ്റെ ബേസിസ് എന്ന് പറയുമ്പോൾ. പിന്നെ ലോ ആണിത് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇറ്റ്സ് എ ക്രിയേച്ചർ ഓഫ് ലോ. പിന്നെ ഇറ്റ്സ് എ കൺസ്ട്രക്റ്റീവ് കോൺട്രാക്ട്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. അപ്പോൾ ക്രിയേച്ചർ ഓഫ് ലോ എന്നറിയപ്പെടുന്നതും, പിന്നെ ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്നറിയപ്പെടുന്നതും, കൺസ്ട്രക്റ്റീവ് കോൺട്രാക്ട് എന്നറിയപ്പെടുന്നതും എന്താണ്? ക്വാസി കോൺട്രാക്റ്റ് ആണ്. ഓക്കെ, പിന്നെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി നമുക്ക് ജസ്റ്റ് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ് ആണ്. ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. സെക്ഷൻ 68 to 72 ഡീൽ വിത്ത് ദ ഫോളോവിങ് ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്ട്. ക്വാസി കോൺട്രാക്റ്റിൻ്റെ ടൈപ്സ് ഡീൽ ചെയ്യുന്ന സെക്ഷൻ 68 to 72 ആണ്. ദർ ആർ 5 ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്ട്. ക്വാസി കോൺട്രാക്റ്റ് 5 ടൈപ്സ് ആണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ എന്ത് ബേസിലാണ്? ഇപ്പോൾ ഒരു സംഭവത്തെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ബേസ് വേണമല്ലോ. ഇപ്പോൾ ഈ ക്വാസി കോൺട്രാക്റ്റിൻ്റെ ടൈപ്പായിട്ട് നമ്മൾ അതിനെ ക്വാസി കോൺട്രാക്റ്റിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അത് എന്തിൻ്റെ ബേസിലാണെന്ന് നോക്കാം. അതായത് 5 സ്പെസിഫിക് സർക്കംസ്റ്റാൻസസ്, അത് 5 സാഹചര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്, 5 ടൈപ്പ് അല്ലെങ്കിൽ 5 കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് ആ 5 ടൈപ്പ് എന്തുണ്ട്, ക്വാസി കോൺട്രാക്റ്റ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്, പ്രസ്താവിക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ടൈപ്പാണ് ഇത്. എ ക്ലെയിം ഫോർ നെസസറീസ് സപ്ലൈഡ്. നെസസറീസ് സപ്ലൈ ചെയ്താൽ, നെസസറീസ് പറഞ്ഞാൽ അവശ്യ വസ്തുക്കൾ അല്ലേ, അവശ്യ വസ്തുക്കൾ സപ്ലൈ ചെയ്താൽ നമുക്കതിൻ്റെ ക്യാഷ് കിട്ടാൻ
നമുക്കത് ക്യാഷ് കിട്ടാൻ വേണ്ടി ക്ലെയിം ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. നോക്കൂ, അണ്ടർ സെക്ഷൻ 68, ഇഫ് എ പേഴ്സൺ ഇൻകാപ്പബിൾ ഓഫ് എൻറ്ററിങ് ഇൻ ടു എ കോൺട്രാക്ട് or anyone whom he is legally bound to support is supplied by another person with necessaries suited to his condition in life, the person who has furnished such supplies is entitled to be reimbursed from the property of such incapable person. അതായത് ഇപ്പോൾ ഒരു പേഴ്സൺ ഒരു കോൺട്രാക്റ്റിലോട്ട് എൻറ്റർ ചെയ്യാൻ ഇൻക്യാപ്പബിൾ ആണ്. ഒരു പേഴ്സണ് കോൺട്രാക്റ്റിലോട്ട് ഇൻക്യാപ്പബിൾ ആവണമെങ്കിൽ നമ്മൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. കപ്പാസിറ്റീസ് ഓഫ് പേഴ്സൺ എൻറ്ററിങ് ഇൻ ടു എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിലോട്ട് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സൻ്റെ കപ്പാസിറ്റീസ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അതിലൊരു പേഴ്സണ് ഇൻക്യാപ്പബിൾ ആവുന്നത് എപ്പോഴാണ്? ഒരു കോൺട്രാക്റ്റിലോട്ട് ഇൻക്യാപ്പബിൾ ആവുന്നത് വെച്ചാൽ അയാൾക്ക് സാധിക്കാതിരിക്കുക. ഒരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാൻ അയാൾ ഇൻക്യാപ്പബിൾ ആവുക, അയാൾ ക്യാപ്പബിൾ അല്ലാതാവുക, അയാൾക്ക് പറ്റാതിരിക്കുക. മനസ്സിലായോ? അതിനുള്ള കപ്പാസിറ്റി അയാൾക്ക് ഇല്ലാതിരിക്കുന്നത് എപ്പോഴാണ്? ആ പേഴ്സൺ ഒന്നെങ്കിൽ മൈനർ ആവണം അല്ലേ. രണ്ട് കേസ് ഇതാണ്. ഒന്ന് മൈനർ ആവണം, അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ് ലുനാറ്റിക് ആവണം അല്ലേ. അങ്ങനെയുള്ള പേഴ്സൺസിന് ഒരു കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാൻ പറ്റില്ല. അവരുമായിട്ടുള്ള കോൺട്രാക്റ്റ് എന്താണ്? വോയിഡ് ആണെന്ന് പറയുന്നു അല്ലേ. ഇപ്പോൾ ഈ ക്വാസി കോൺട്രാക്റ്റിൻ്റെ കേസിൽ ഒരു പേഴ്സൺ ഒരു ഇൻക്യാപ്പബിൾ ആയിട്ടുള്ള, അതായത് കോൺട്രാക്റ്റിലോട്ട് എൻറ്റർ ആവാൻ ഇൻക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണോ അല്ലെങ്കിൽ അയാൾ സംരക്ഷിക്കേണ്ടുന്ന മറ്റൊരാൾക്കെങ്കിലും അയാൾ സംരക്ഷിക്കണം. അതായത് ഫാമിലിയെ ഇപ്പോൾ ആരെ സപ്പോർട്ട് ചെയ്യാം? അവിടുത്തെ ഗൃഹനാഥൻ എന്ന് പറയില്ലേ. അപ്പോൾ അയാൾ ക്യാപ്പബിൾ ആയിട്ടുള്ള അയാൾ സംരക്ഷിക്കേണ്ടുന്ന മറ്റാർക്കും നമ്മൾ ലീഗലി ബൗണ്ട് ചെയ്യേണ്ടുന്ന മറ്റാർക്കും നമ്മൾ എന്ത് ചെയ്യുക? സപ്ലൈഡ് നെസസറീസ് അല്ലേ. നെസസറീസ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്യൂട്ടഡ് ടു ഹിസ് കണ്ടീഷൻ ഇൻ ലൈഫ്, അതായത് അയാളുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച അവശ്യ വസ്തുക്കൾ നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്നാണ് പറയുന്നത്? ആ എമൗണ്ട് ആ ഇൻക്യാപ്പബിൾ പേഴ്സൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഈടാക്കാനുള്ള, റിക്കവർ ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ടെന്നാണ് ഈ ക്വാസി കോൺട്രാക്റ്റിൻ്റെ ഫസ്റ്റ് ടൈപ്പിൽ പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കൂ. എ സപ്ലൈസ് ബി. എ എന്ത് ചെയ്തു? ബിക്ക് സപ്ലൈ ചെയ്തു. ബി എന്താണ്? എ ലുനാറ്റിക് ആണ്. ലുനാറ്റിക് എന്ന് പറഞ്ഞാൽ അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ ആണ് അല്ലേ. അതാണ് ലുനാറ്റിക്. അപ്പോൾ എ എന്ത് ചെയ്തു? ലുനാറ്റിക് ആയിട്ടുള്ള ബിക്ക് കുറച്ച് അവശ്യ വസ്തുക്കൾ അല്ലേ, വിത്ത് നെസസറി സ്യൂട്ടബിൾ ടു ഹിസ് കണ്ടീഷണൽ ലൈഫ്, അയാളുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് അവശ്യ വസ്തുക്കൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ എ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ബി റീഇംബേഴ്സ്ഡ് ഫ്രം ബീസ് പ്രോപ്പർട്ടി. ബീൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് അത് എക്ക് കിട്ടാനുള്ള, ഏക്കത് റിക്കവർ ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. മനസ്സിലായോ? ഈ ക്വാസി കോൺട്രാക്റ്റ് പ്രകാരം റൈറ്റ് ഉണ്ട് ഏക്കത് ആ എമൗണ്ട് തിരിച്ച് കിട്ടാനുള്ള, എത്രമാത്രം കൊടുത്തു അതിനുള്ള റീസണബിൾ പ്രൈസ് കിട്ടാനുള്ള ഒരു റൈറ്റ് ആർക്കുണ്ട്? ക്വാസി കോൺട്രാക്ട് പ്രകാരം ഏക്കുണ്ട്. ബിക്ക് എന്തുണ്ട്? അത്രയും എമൗണ്ട് തിരിച്ചു കൊടുക്കാനുള്ള ഒബ്ലിഗേഷനും, അല്ലെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് കൊടുക്കാനുള്ള ഒബ്ലിഗേഷനും ആരുടെ മേലുണ്ട്? ബി എന്ന പേഴ്സൻ്റെ മേലുണ്ട്. ഇതാണ് ഫസ്റ്റ് ടൈപ്പ്, ക്ലെയിം ഫോർ നെസസറി സപ്ലൈഡ്. നെക്സ്റ്റ് മൂവ് ഓൺ ടു ദ പേയ്മെൻറ്റ് ബൈ ആൻ ഇൻട്രസ്റ്റഡ് പേഴ്സൺ. അതായത് ഒരു ഇൻട്രസ്റ്റഡ് പേഴ്സൺ നടത്തിയ പേയ്മെൻറ്റിനും മസ്റ്റ് റീപേ ഫോർ ദാറ്റ്. അതിനെന്ത് ചെയ്യണം? അതും തിരിച്ചു കൊടുക്കണം. അതാ പറയുന്നത്. അണ്ടർ സെക്ഷൻ 69 പറയുന്നത് എ പേഴ്സൺ ഹൂ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ പേയ്മെൻറ്റ് ഓഫ് മണി വിച്ച് അനദർ ഈസ് ബൗണ്ട് ബൈ ലോ ടു പേ ആൻഡ് ഹൂ ദെർഫോർ പേയ്സ് ഇറ്റ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു ബി റീഇംബേഴ്സ്ഡ് ബൈ ദ അതർ. ഇപ്പം മറ്റൊരാൾ കൊടുക്കേണ്ടിയിരുന്ന എമൗണ്ട്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കൂ. എ ഹോൾഡ്സ് എ ലാൻഡ് ഇൻ ബംഗാൾ ഓൺ എ ലീസ്. ബി ഈസ് ദ ഓണർ ഓഫ് ദ ലാൻഡ്. The land revenue payable by B to the government is in arrears, and therefore the government advertised the land for sale to recover the dues. To prevent the sale of land A pays the arrears of land revenue. In this case, B is bound to reimburse the amount to A. അതായത് എ എന്ത് ചെയ്തിരുന്നു? ബിക്ക് ബംഗാളിലൊരു ലാൻഡ് ഉണ്ട്, അത് എ എന്ത് ചെയ്തിരുന്നു? ലീസിന് എടുത്തിരുന്നു. എ സഡൻ കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് എന്ത് ചെയ്തു? ആ ബീൻ്റെ ലാൻഡ് എന്ത് ചെയ്തു? ബംഗാളിലുള്ള ബീൻ്റെ ലാൻഡ് എന്ത് ചെയ്തു? ലീസിനെടുത്തു. പിന്നീടാണ് അറിയുന്നത് ആ ലാൻഡിൻ്റെ മേലുള്ള റവന്യൂ
ടാക്സ് കൊടുക്കാനുണ്ട്. ആര്? എ ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ളത് അരിയറിലാണ്. അരിയർ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടില്ല, അത് അവിടെ അങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. അതാണ് അരിയർ, പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്, ഗവൺമെൻറ്റിന് കൊടുത്തിട്ടില്ല, ബി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് നോട്ടീസ് ഇട്ടു, അത് ആ ലാൻഡ് വിൽക്കാൻ പോവുകയാണ്. എന്നിട്ട് ആ വിറ്റ എമൗണ്ടിൽ നിന്ന് അവർ ക്യാഷ് റിക്കവർ ചെയ്യുമെന്ന് ഗവൺമെൻറ് ഒരു നോട്ടീസ് കൊടുത്തു. അപ്പോൾ എ ഇത് കണ്ടപ്പോൾ എ എന്ത് പർപ്പസിനാണോ ലീസിന് എടുത്തിട്ടുള്ളത് ആ പർപ്പസ് അവിടെ നടക്കാതെ വരും അല്ലേ. ഈ ലാൻഡ് ഗവൺമെൻറ് വിറ്റ് കഴിഞ്ഞാൽ, ഗവൺമെൻറ് സെയിലാക്കിയാൽ ആ എമൗണ്ട് അല്ല, ആ എ വിചാരിച്ച കാര്യം അവിടെ എന്ത് ചെയ്യും, നടക്കാതെ വരും. അപ്പോൾ എക്ക് ഇവിടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, ഈ ലാൻഡിൻ്റെ മേലെ എക്ക് എന്തുണ്ട്, ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരു താല്പര്യമുണ്ട്. കാരണം എ സർട്ടൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ലീസിന് എടുത്തിട്ടുള്ളത്. ഗവൺമെൻറ് ആ ലാൻഡ് വിൽക്കുകയാണെങ്കിൽ എക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എ വിചാരിച്ച കാര്യങ്ങൾ നടക്കാൻ പറ്റില്ല. അപ്പോൾ എക്ക് അവിടെ ഒരു ഇൻട്രസ്റ്റ് വന്നു, അപ്പോൾ എ ഇൻട്രസ്റ്റഡ് പേഴ്സൺ ആയി. അപ്പോൾ എ പറയണം ബിയോട്, താങ്കൾ കൊടുക്കാനുള്ള എമൗണ്ട് ഗവൺമെൻറ്റിന് ഞാൻ കൊടുത്തോളാം. അങ്ങനെ പറഞ്ഞിട്ട് എ എന്ത് ചെയ്തു, അത് പേ ചെയ്തു. എ പേ ചെയ്താൽ ബിക്ക് എന്തുണ്ട്, ബി നിർബന്ധമായും ബിയുടെ കയ്യിൽ ക്യാഷ് കിട്ടുമ്പോൾ അത് എന്ത് ചെയ്തിരിക്കണം, റീഇംബേഴ്സ് ചെയ്തിരിക്കണം. ഒന്നെങ്കിൽ എ പറഞ്ഞ ഡേറ്റിന്, അല്ലെങ്കിൽ ബിയുടെ കയ്യിൽ ക്യാഷ് കിട്ടുമ്പോൾ, ഇപ്പോൾ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ബിയുടെ കയ്യിൽ ക്യാഷ് കിട്ടുന്ന സമയത്ത് ആ എമൗണ്ട് എക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു നിർബന്ധമായൊരവസ്ഥ ആർക്കുണ്ട്, ബിക്ക് ഉണ്ടെന്നാണ് പറയുന്നത് ഈ ക്വാസി കോൺട്രാക്റ്റ് പ്രകാരം. ഓക്കെ, ഇതാണ് സെക്കൻഡ് ടൈപ്പ്, പേയ്മെൻറ്റ് ബൈ ആൻ ഇൻട്രസ്റ്റഡ് പേഴ്സൺ. ഒരു ഇൻട്രസ്റ്റഡ് പേഴ്സണ് എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടുന്ന എമൗണ്ട് മറ്റൊരാൾ കൊടുത്താൽ അവർക്കത് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്, നമുക്കുണ്ട് എന്നാണ് ക്വാസി കോൺട്രാക്റ്റിലെ സെക്കൻഡ് ടൈപ്പ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഒബ്ലിഗേഷൻ ടു പേ ഫോർ നോൺ ഗ്രാറ്റുവിറ്റസ് ആക്ട്. ഈ ടൈപ്പ് പറയുന്നതിന് മുന്നേ എന്താണ് ഗ്രാറ്റുവിറ്റസ് ആക്ട്, എന്താണ് നോൺ ഗ്രാറ്റുവിറ്റസ് ആക്ട് എന്ന ഡിഫറൻസ് നോക്കാം. ഗ്രാറ്റുവിറ്റസ് ആക്ട് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, അതായത് ഒന്നും പ്രതീക്ഷിക്കാതെ, ഒരു കൺസിഡറേഷനോ അല്ലെങ്കിൽ തിരിച്ചൊരു പേയ്മെൻറ്റോ ഒന്നും പ്രതീക്ഷിക്കാതെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ് നോൺ ഗ്രാറ്റുവിറ്റസ് അല്ല ഗ്രാറ്റുവിറ്റസ് ആക്ട്. അപ്പോൾ നോൺ ഗ്രാറ്റുവിറ്റസിന് അതിൻ്റെ ഓപ്പോസിറ്റ്. ഇപ്പോൾ സെക്ഷൻ 70 പറയുന്നത് നോക്കൂ, വേർ എ പേഴ്സൺ lawfully does anything for another person or delivers anything to him not intending to do so gratuitously and such other person enjoys the benefit thereof, the latter is bound to make compensation to the former in respect of or to restore the thing so done or delivered. അതായത് ഇപ്പോൾ ഒരു പേഴ്സൺ ലോഫുള്ളി എന്തെങ്കിലും മറ്റൊരു പേഴ്സണ് വേണ്ടി ചെയ്യുകയാണ്, ലോഫുള്ളി എന്തെങ്കിലും ചെയ്യുകയാണ്, പിന്നെ എന്തെങ്കിലും ഡെലിവർ ചെയ്തു, അതായത് ഇപ്പോൾ അവരുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഡെലിവർ ചെയ്തു, എന്ത് നോട്ട് ഇൻറ്റൻഡിങ് ടു ഡൂ സോ ഗ്രാറ്റുവിറ്റി, ഫ്രീ ആയിട്ട് ചെയ്യണമെന്ന ഉദ്ദേശമില്ലാതെ എന്തെങ്കിലും ഒന്ന് ഡെലിവർ ചെയ്താലോ, എന്തെങ്കിലും ലോഫുള്ളി മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്താലോ, ഫ്രീ ആയിട്ടല്ല എന്ന ഉദ്ദേശം കേട്ടോ, അതായത് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വലുതും ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബെനിഫിറ്റ് ഈ പേഴ്സൺ എൻജോയ് ചെയ്താൽ ആ ബെനിഫിറ്റ് അയാൾ എന്തെങ്കിലും എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യണം, ആ ബെനിഫിറ്റ് എൻജോയ് ചെയ്ത പേഴ്സൺ അല്ലെങ്കിൽ ആ ക്യാഷ് എടുത്ത് ഉപയോഗിച്ച പേഴ്സൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഡെലിവറി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം എടുത്ത് ട്രീറ്റ് ചെയ്ത പേഴ്സൺ എന്ത് ചെയ്യണം, ബൗണ്ട് ടു മേക്ക് കോമ്പൻസേഷൻ ദ ഫോമർ, അയാൾക്ക് എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് കോമ്പൻസേഷൻ നടത്തണം എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നോക്കൂ, എ ട്രേഡ്സ്മാൻ ലീസ് ഹിസ് ഗുഡ് അറ്റ് ബീസ് ഹൗസ് ബൈ മിസ്റ്റേക്ക്. അതായത് എ എന്ത് ചെയ്തു, എന്ന് പറയുന്നത് ഒരു ഡെലിവറി ബോയ് അല്ലെങ്കിൽ ട്രേഡ്സ്മാൻ ആണ്, അയാൾ അദ്ദേഹത്തിൻ്റെ ഗുഡ് ബീൻ്റെ ഹൗസിൽ വെച്ചിട്ട് മറന്നുപോയി. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഹോം ഡെലിവറി ഡോർ ഡെലിവറി ഒക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യും, ഒരു ബാഗ് സാധനങ്ങളായിട്ടാവും വരിക അല്ലേ, അതിൽ കുറച്ച് സാധനം നമ്മളെ വീട്ടിൽ അറിയാതെ മറന്നു പോയി, ബിയുടെ വീട്ടിൽ വെച്ചിട്ട് പറയാതെ മറന്ന് വെച്ചിട്ട് പോയി. അപ്പോൾ ബി എന്ത് ചെയ്തു, അത് സ്വന്തം ഗുഡ് പോലെ ഉപയോഗിക്കാൻ തുടങ്ങി. എ വന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം, ബി ഈസ് ബൗണ്ട് ടു പേ ഫോർ ദ ഗുഡ്സ്. എക്ക് ഓർമ്മ വന്നാൽ ഇന്ന വീട്ടിൽ ഏത് മറന്നു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എ തിരിച്ച് ചെന്ന് ചോദിച്ചാൽ എ എന്ത് ചെയ്യണം, ഒന്നുകിൽ ആ ഗുഡ് അതേപോലെ ഉണ്ടെങ്കിൽ അത് എടുത്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് തിരിച്ച് കൊടുക്കുകയും വേണം. കാരണം എ എന്ത് ചെയ്തിട്ടില്ല, ഫ്രീ ആയിട്ട് വെച്ചിട്ട് പോയതല്ല, അവരെടുത്തോട്ടെ എന്ന് വെച്ചിട്ട് പോയതല്ല, ബൈ മിസ്റ്റേക്ക് വെച്ചിട്ട് പോയതാണ്. മനസ്സിലായോ? ഇപ്പോൾ ഇതാണ് ഒബ്ലിഗേഷൻ ടു പേ ഫോർ നോൺ ഗ്രാറ്റുവിറ്റസ് ആക്ട് പറയുന്നത്. അതായത് ഒരു ഇൻറ്റൻഷൻ, എന്തെങ്കിലും തിരിച്ച് കിട്ടണം എന്നുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്താൽ അത് എന്താണ്, നോൺ ഗ്രാറ്റുവിറ്റസ് ആക്റ്റാണ്.
ഒന്നും വേണ്ട, ഒരു പ്രതീക്ഷയില്ലാതെ ഒരു റിട്ടേണും വേണ്ട എന്നുള്ള പ്രതീക്ഷയോടെ ചെയ്യുകയാണെങ്കിൽ, ഫ്രീ ആയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് ഗ്രാറ്റുവിറ്റസ് ആക്റ്റാണ്. ഫ്രീ ആയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അതിൻ്റെ മേലെ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നോൺ ഗ്രാറ്റുവിറ്റസ്ലി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലാണ് അതിൻ്റെ മേലെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാൾ എന്നിൻ്റെ വീട് കത്തുകയാണ്. മിസ്റ്റർ എന്നിൻ്റെ വീട് നിന്ന് കത്തുമ്പോൾ എം എന്ത് ചെയ്തു, വേഗം ഓടി പോയിട്ട് എന്നിൻ്റെ സാധനങ്ങളൊക്കെ സേവ് ചെയ്തു. അപ്പോൾ എമ്മിന് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്നിനോട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഞാൻ നിൻ്റെ വീട് ഇത്രയൊക്കെ നിൻ്റെ സാധനങ്ങളൊക്കെ സേവ് ചെയ്തില്ലേ, നീ എനിക്ക് ഇത്ര എമൗണ്ട് തരണമെന്ന് പറഞ്ഞിട്ട് എമ്മിന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? അപ്പോൾ അതൊരു ഗ്രാറ്റുവിറ്റസ് ആക്റ്റാണ് അല്ലേ. നമ്മളൊരു വീട് കത്തുന്നത് കണ്ടാൽ നമ്മൾ പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യില്ലേ ചെയ്യുക, നമ്മളെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണോ ചെയ്യുന്നത്? അല്ല. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് തിരിച്ചു കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല. പക്ഷേ നോൺ ഗ്രാറ്റുവിറ്റസ്ലി എന്തെങ്കിലും ചെയ്താൽ, അതായത് നമുക്ക് എന്തെങ്കിലും കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി വേറെ ആരെങ്കിലും ഒരു ആക്ടിവിറ്റി മറ്റൊരാൾക്ക് വേണ്ടി ചെയ്താൽ ബെനിഫിറ്റ് എൻജോയ് ചെയ്തയാൾ അതിന് കോമ്പൻസേഷൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇത്രയാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ്, റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഫൈൻഡർ ഓഫ് ഗുഡ്സ്. ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ലോസ്റ്റ് ഗുഡ്സ് കണ്ടെത്തുന്നയാൾ. മനസ്സിലായോ? എ പേഴ്സൺ ഹു ഫൈൻഡ്സ് ദ ഗുഡ്സ് ബിലോങ്ങിങ് ടു അനദർ. മറ്റൊരാളുടെ ബിലോങ്ങിങ് ആയിട്ടുള്ള ഗുഡ് ഇയാൾ കണ്ടെത്തി. ആൻഡ് ടേക്സ് ദം ഇൻ ടു ഹിസ് കസ്റ്റഡി. അത് അയാളുടെ കസ്റ്റഡിയിൽ വെച്ചു. ഈ സബ്ജക്റ്റ് ടു സെയിം റെസ്പോൺസിബിലിറ്റി ആസ് എ ബെയിലി. അതായത് ബെയിലി എന്ന് പറഞ്ഞാൽ ജാമ്യക്കാരനാണ്. ജാമ്യം നിൽക്കുന്ന ഒരാളുടെ സെയിം റെസ്പോൺസിബിലിറ്റിയാണ് ആർക്കുള്ളത്, ഈ ഫൈൻഡർ ഓഫ് ഗുഡ്സിനുള്ളത്. കാരണം അയാളെ എന്ത് ചെയ്യണം, അത് അയാളുടെ കസ്റ്റഡിയിൽ വെക്കണം. He must take the reasonable care of the goods and keep them in a sound condition and try to find out its true owner. അതായത് he must take a reasonable, ആ ഗുഡിന് എന്ത് ചെയ്യണം, റീസണബിൾ കെയർ അയാൾ കൊടുക്കണം. പിന്നെ അതേപോലെ ഒരു സൗണ്ട് കണ്ടീഷനിൽ അതിനെ കീപ്പ് ചെയ്യണം. പിന്നെ അത് മാത്രം പോരാ, അതിന് ട്രൂ ഓണറെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് ശ്രമിക്കുകയും വേണം. അല്ലാതെ അത് ഒന്ന് രണ്ടാൾക്കാരോട് ചോദിച്ചു കിട്ടിയില്ല, അന്ന് ഞാൻ ഉപയോഗിക്കാം എന്നുള്ളൊരു നടപടി പറ്റില്ല. ക്വാസി കോൺട്രാക്റ്റ് പ്രകാരം റീസണബിളായിട്ട് ട്രൈ ചെയ്തിട്ട് നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു പേഴ്സ് കണ്ടു, അത് നിറയെ ക്യാഷ് ഉണ്ടായിരുന്നു, നമുക്കടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, അത് ആരുടേതാണ് എന്ന് അറിയാൻ ശ്രമിച്ചു കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ അത് പെരിഷബിൾ ഗുഡ്സാണ്. പെരിഷബിൾ ഗുഡ്സാണ് പെട്ടെന്ന് കേട് വന്ന് പോകുന്ന മീറ്റോ ഫിഷോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്കത് ഉപയോഗിക്കാം. പക്ഷെ അതിൻ്റെ ക്യാഷ് നമ്മൾ അയാൾ തിരിച്ചു വന്നാൽ അയാൾക്ക് കൊടുക്കണം. ഇത്രയാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് മണി പെയ്ഡ് ബൈ മിസ്റ്റേക്ക് ഓർ അണ്ടർ കൊയേർഷൻ. അതായത് ക്യാഷ് മിസ്റ്റേക്കായിട്ട്, അത് അബദ്ധത്തിൽ ക്യാഷ് കൊടുത്തു പോവുക, ഒരാൾ അറിയാതെ ക്യാഷ് കൊടുത്തു പോവുക, എന്തെങ്കിലും മിസ്റ്റേക്കിൽ ക്യാഷ് കൊടുത്തു പോവുക. ഇപ്പോൾ ഒരു 80 രൂപേൻ്റെ സാധനത്തിന് നമ്മൾ അറിയാതെ ഒരു 100 രൂപ കൊടുത്തു, പിന്നെ നമ്മൾ ബാക്കി തിരിച്ചു വാങ്ങാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ആ കടക്കാരൻ എന്ത് ചെയ്യണം, നമുക്കത് തിരിച്ച് തരണം. പിന്നെ അതേപോലെ അണ്ടർ കൊയേർഷൻ എന്ന് പറഞ്ഞാൽ നിർബന്ധപൂർവ്വം അല്ലേ, പേടിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, ക്യാഷ് മേടിക്കുക, അതും തിരിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. സെക്ഷൻ 72 പറയുന്നത് എ പേഴ്സൺ ടു ഹൂം money has been paid or anything delivered by mistake or under coercion must repay or return it. അതായത് ഒരു എക്സാമ്പിൾ പറയാം, നോക്കൂ. A and B jointly owe ₹5,000 to C. അതായത് എയും ബിയും കൂടിയിട്ട് ഒരിക്കൽ സിയുടെ കയ്യിൽ നിന്ന് 5000 രൂപ, രണ്ടുപേരും കൂടിയിട്ടാണ് കേട്ടോ 5000 രൂപ കടം മേടിച്ചിരുന്നു. സിക്ക് എന്താണ്, രണ്ടുപേരും ചേർന്ന് 5000 രൂപ കൊടുക്കാനുണ്ട്. എ എന്ത് ചെയ്തു, അലോൺ പേസ് ദിസ് എമൗണ്ട് ടു സി. എ ഒറ്റയ്ക്ക് പോയിട്ട് ബിയോട് പറയാതെ ഈ 5000 രൂപ സിക്ക് കൊടുത്തു. സി അത് വാങ്ങിച്ചു വെച്ചു. ബി നോട്ട് നോയിങ് ദിസ്, ബി ഇതറിഞ്ഞിട്ടില്ലല്ലോ ബി. അപ്പോൾ ബി എന്ത് ചെയ്തു, എഗൈൻ പേസ് ₹5,000 ടു സി. വീണ്ടും 5000 രൂപ ബി എന്ത് ചെയ്തു, സിക്ക് കൊടുത്തു. അപ്പോൾ സിക്ക് ഇപ്പോൾ എത്ര കിട്ടി, 5000 കിട്ടേണ്ട സ്ഥാനത്ത് സിക്ക് ഇപ്പോൾ 10,000 രൂപ കിട്ടി. പക്ഷെ അപ്പോഴാണ് ഇവിടെ ക്വാസി കോൺട്രാക്റ്റ് ഉള്ളത്. ക്വാസി കോൺട്രാക്റ്റിൽ എന്താ പറയുന്നത്, ഇൻ ദിസ് കേസ് സി ഈസ് ബൗണ്ട് ടു റീപേ ₹5,000 ടു ബി ആസ് ദിസ് എമൗണ്ട് ഈസ് പെയ്ഡ് ടു ഹിം ബൈ മിസ്റ്റേക്ക്. അപ്പോൾ ബി എന്താണ്, ബൈ മിസ്റ്റേക്ക് കൊടുത്ത 5000 രൂപയാണ്. ആദ്യം അവരുടെ 5000 കിട്ടിയാൽ കടം വീടി, പിന്നെ അയാൾക്ക് ക്യാഷ് വേണ്ട. അപ്പോൾ രണ്ടാമത് കിട്ടിയ ക്യാഷ് എന്ത് ചെയ്യണം, ബിക്ക് തിരിച്ചു കൊടുക്കണം. കാരണം ബി അത് മിസ്റ്റേക്ക് കൊണ്ട് അബദ്ധത്തിൽ കൊടുത്തു പോയതാണ്. അപ്പോഴാണ് ഈ ക്വാസി കോൺട്രാക്റ്റ് ഇവിടെ പ്രിവെയിലിംഗ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്റ്റ്. ഏതൊക്കെയാണ്, ഒന്ന് ക്ലെയിം ഫോർ നെസസറി സപ്ലൈഡ്, പിന്നെ പേയ്മെൻറ്റ് ബൈ ഇൻട്രസ്റ്റഡ് പേഴ്സൺ, പിന്നെ ഒബ്ലിഗേഷൻ ടു പേ ഫോർ നോൺ ഗ്രാറ്റുവിറ്റസ് ആക്ട്, റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡർ ഓഫ് ഗുഡ്സ്, പിന്നെ മണി പെയ്ഡ് ബൈ മിസ്റ്റേക്ക് ഓർ അണ്ടർ കൊയേർഷൻ. ഓക്കെ, ദീസ് ആർ ദ ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ്.
quasi contract. Thank you.